ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിൻ്റെ സ്ത്രീ പാരമ്പര്യത്തോടും ശിവഭക്തിയോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാന ദിനമാണ്. മലയാള മാസമായ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിനത്തിലാണ് ഈ വ്രതം ആചരിക്കുന്നത്. ഐതിഹ്യപ്രകാരം പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ് ചെയ്ത ദിനമാണ് തിരുവാതിര. വർഷങ്ങളോളം കഠിനവ്രതം അനുഷ്ഠിച്ച പാർവതിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ പാർവതിക്ക് ദർശനം നൽകി വിവാഹവരം നൽകിയതായാണ് പുരാണങ്ങൾ പറയുന്നത്. ആ സന്തോഷത്തിൻ്റെ ഓർമ്മയായാണ് സ്ത്രീകൾ ഈ ദിനം വ്രതം ആചരിക്കുകയും ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും കുടുംബ സൗഭാഗ്യത്തിനുമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. തിരുവാതിര വ്രതം പാലിക്കുന്നവർ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പുലർച്ചെ എഴുന്നേറ്റ് ശുദ്ധ സ്നാനം നടത്തി ശിവാലയങ്ങളിൽ ദീപം തെളിയിച്ച് ശിവനാമ സ്മരണം നടത്തും. തുടർന്ന് തിരുവാതിരക്കളിയും തിരുവാതിര പുഴുക്കും ഉൾപ്പെടുന്ന പാരമ്പര്യ ആചാരങ്ങൾ നടപ്പാക്കുന്നു. വിശ്വാസം അനുസരിച്ച് ഈ ദിനത്തിൽ ശിവനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന സ്ത്രീകൾക്ക് ദാമ്പത്യ സൗഖ്യവും ഐശ്വര്യവും അനുഭവിക്കാമെന്നും കന്യകമാർക്ക് ഉത്തമ വിവാഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. അതിനാലാണ് ധനുമാസ തിരുവാതിരയെ സ്ത്രീകളുടെ വ്രതോത്സവമെന്നും കേരളീയ പാരമ്പര്യത്തിൻ്റെ അഭിമാന ദിനമെന്നും വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ പാർവതിയുടെ അചഞ്ചലമായ ഭക്തിയുടെയും ശിവാനുഗ്രഹത്തിൻ്റെയും ഓർമ്മയായി നിലനിൽക്കുന്ന ധനുമാസ തിരുവാതിര സ്ത്രീകളുടെ വിശ്വാസവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒരു പുണ്യ പാരമ്പര്യമായി ഇന്നും കേരളക്കരയിൽ നിലനിൽക്കുന്നു. ഓരോ വർഷവും തിരുവാതിര നാളിൽ ഉയരുന്ന പ്രാർത്ഥനകളും പാട്ടുകളും ചുവടുകളും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ നിത്യഹരിത സ്മരണകളായി വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നു.